അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ടൗണിന്റെ ഹൃദയഭാഗത്ത് രൂപപ്പെട്ടിരിക്കുന്ന ഗർത്തങ്ങൾ മൂടാൻ നടപടിയില്ലെന്ന് പരാതി. വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട ഭാഗത്ത് വ്യാപാരികൾ തന്നെ കല്ലുകളിട്ടാണ് യാത്രാക്ലേശത്തിന് പരിഹാരം കാണുന്നത്. പ്രശ്നത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധമുള്ള സമരമാർഗങ്ങളിലേക്ക് കടക്കുമെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി. മാസങ്ങളായി അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ടൗണിലെ റോഡുകൾ തകർന്നു കിടക്കുന്നത് യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കുകയാണ്. വാട്ടർ അതോറിറ്റിയും ജൽജീവൻ മിഷനും റോഡ് കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതുമൂലം റോഡിൽ വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അയ്യപ്പൻകോവിൽ തൂക്കുപാലം ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് പോകുന്ന ആളുകൾ റോഡ് തകർന്നു കിടക്കുന്നത് മൂലം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ മാട്ടുക്കട്ട സിറ്റി ഏറ്റവും നല്ലൊരു സിറ്റി ആയിരുന്നു. എന്നാലത് ഹൈവേയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് അത് സെൻട്രലുള്ള ഭാഗങ്ങൾ പൊളിച്ചു നീക്കുകയും അത് കഴിഞ്ഞ് അത് ഒന്നാക്കി നല്ല രീതിയിൽ ഇവിടെ പങ്കുചേരാനുള്ള പഞ്ചായത്തിൻ്റെയും അധികാരികളുടെയും വാഗ്ദാനപ്രകാരം അത് പൊളിച്ചു നീക്കുകയും അതിനുശേഷം വഴി മാറ്റിപ്പറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ നാളിതുവരെ ഇതിൻ്റെ ബാക്കി പണികൾ ചെയ്യാനോ അതൊന്ന് പൂർത്തീകരണത്തിൽ കൊണ്ടുവരാനോ പഞ്ചായത്തിനെ കൊണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരെ കൊണ്ടോ കഴിഞ്ഞിട്ടില്ല. സർവോച്ഛവാദം കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോഴത്തേക്ക് പരിഹാരം ഉണ്ടാക്കുമെന്നാണ്, അതിനുവേണ്ട നടപടി പഞ്ചായത്ത് സ്വീകരിക്കുന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ അതിനെ സ്വീകരിച്ചതായിട്ടോ അതിനൊരു മറുപടി വന്നതായിട്ടോ ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം തന്നെ ഇവിടെ യാത്രായോഗ്യമല്ലാത്ത രീതിയിൽ വഴി മൊത്തം ഭയങ്കര കുഴികളായിട്ട് തീർന്നിരിക്കുകയാണ്. വ്യാപാരികൾ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. റോഡ് തകർന്നു കിടക്കുന്നത് മൂലം ഇവിടെ അപകടങ്ങളും പതിവാണ്. അടിയന്തരമായി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങളിലേക്ക് കടക്കുമെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി.